ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പാറുവിൻ്റെ കൂടെ നമ്മളൊരു ഷൂട്ടിന് പോവുകയാണ്. ഷൂട്ട് നടക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ പാറുവിൻ്റെ ഷൂട്ട്. പാറു കണ്ട് ഉറക്കത്തിൽ നിന്നിച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും പാറുവിൻ്റെ ഷൂട്ടും ഒക്കെ കാണാം. ബായ് പറയൂ പാറു. അപ്പോൾ നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, അകത്തോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലോട്ടുള്ള വഴി. ഒരു കാട്ടിൽ കൂടെ കയറി പോകുന്നവരുണ്ട് ഗൈസ്. കാട്ടിനുള്ളിലോട്ട് നമ്മൾ പോകുന്നവരുണ്ട്. അപ്പുറം ഇപ്പുറം ഫുള്ള് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. കുഞ്ഞാക്കി 3 വയസ്സുള്ളപ്പോൾ നമ്മളിവിടെ ഒരു ഷൂട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിന് 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ കുഞ്ഞായിരുന്നപ്പം ഇവിടെ ഒരു ഷൂട്ടിന് നമ്മൾ വന്നിട്ടുണ്ട്. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളുടെ ആൾക്കാരാണോ എന്തോ. ഇവിടെ ഡെയിലി ഒരുപാട് ഷൂട്ടുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ സേതു നിൽക്കുന്നുണ്ട് അവിടെ. ഗ്രീൻ മാർട്ടിൻ്റെ സ്റ്റുഡിയോയിലാണ് നമുക്ക് ഷൂട്ട്. അവിടെ കുറേ പഴയ സിനിമകളുടെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെമ്മീൻ സിനിമയുടെയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ ആർട്ടിൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു പരുന്തിനെ കണ്ടു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് പരുന്ത്. അങ്ങനെ കുറേ ആർട്ടിൻ്റെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൽക്കണ്ണാടി, ലാമ്പ്. ഇത് ഏത് സിനിമയാണെന്നറിയോ? പഴയ സിനിമയുടെ ഒരു പോസ്റ്ററാണ്. അങ്ങനെ കുറേ സിനിമകളുടെയൊക്കെ പോസ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴയായിരുന്നു വെളിയിൽ. എനിക്ക് വെളിയിലോട്ടൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അകത്ത് ഗ്രീൻ മാർട്ടിലായിരുന്നു മോളുടെ ഷൂട്ട്. അപ്പോൾ അതുകൊണ്ട് മോളുടെ കൂടെ നിൽക്കേണ്ടി വന്നു. വെളിയിലോട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നൈറ്റായി തിരിച്ച് വന്നപ്പോൾ മോളുടെ ഭയങ്കര ആഗ്രഹം തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കുന്നു. എപ്പോഴും പറയും തട്ടുകടയിൽ കയറണം. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരു തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? കണ്ടോണ്ടായി നല്ല രസമാണ്. അപ്പൂപ്പനായിട്ട് വന്നപ്പോ നമ്മള് തട്ടുകളൊക്കെ കഴിച്ചില്ലായിരുന്നോ? അവിടെ പൊറോട്ട ചുടുന്നതായിരുന്നു കണ്ടത്. അവിടെ പൊറോട്ട ചുടുന്നതായിരുന്നു കണ്ടത്. ഇവിടെ ദോശ ചുടുന്നു. കണ്ണ് എനിക്ക് 2 കണ്ണ് അത് 2 കണ്ണ് കുഞ്ഞ ഭയങ്കര ഹാപ്പിയിലാണ്. യാത്ര പോകുമ്പോഴൊക്കെ മോളെപ്പോഴും പറയാറ് തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കുന്നത്. പിന്നെ അവളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ, വല്ലപ്പോഴും ഒന്ന് സാധിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തട്ടുകടയിൽ റോഡ് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മോള് വണ്ടി കിടന്ന് നല്ലതായിട്ട് ഉറങ്ങി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ എല്ലാവർക്കും ബൈ.